കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് ഒരു ഉപമ അരുളി ചെയ്തു. സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം. അതെല്ലാ വിത്തിനേക്കാൾ ചെറുതാണ്, എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖിരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായി തീർന്നു. മറ്റൊരു ഉപമ അവൻ അവരോട് അരുൾ ചെയ്തു. 3 ഇടങ്ങഴി മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശ്യമാണ് സ്വർഗരാജ്യം. ഇതെല്ലാം യേശു ഉപമകൾ വഴിയാണ് ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തത്. ഉപമകളിലൂടെ അല്ലാതെ അവനൊന്നും അവരോട് പറഞ്ഞിരുന്നില്ല. ഞാൻ ഉപമകൾ വഴി സംസാരിക്കും, ലോകസംസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചക വചനം പൂർത്തിയാകാനായിരുന്നു ഇത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയിൽ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധ എന്ന പേരിൽ അറിയപ്പെടുകയും ഒത്തിരിയേറെ വിശേഷണങ്ങളുള്ള ഒരു വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസ. ഈശോയുടെ കണ്ണുകൾ കടമെടുത്ത ആ കന്യക എന്നൊരു വലിയ വിശേഷണം അൽഫോൻസാമയെക്കുറിച്ച് പറയുന്നത്. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് ജീവിച്ച് സാധാരണ ഒരു ജീവൻ നയിച്ച് ഒരു സന്യാസ ഭവനത്തിൽ ചേർന്ന് അവിടെ തൻ്റെ ജീവിതം മുഴുവനും ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് തീർന്നപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായി നാടിനും അതുപോലെ തന്നെ കത്തോലിക്ക സഭയ്ക്കൊക്കെ ഒരു അനുഗ്രഹമായി മാറി എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അൽഫോൻസാമയുടെ ജീവിതത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കൊരു 1-2 കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഈ സാധാരണക്കാരിൽ സാധാരണയായി ജീവിച്ചിരുന്ന അൽഫോൻസാമയ്ക്ക് വിശുദ്ധയാകാൻ സാധിച്ചത്, ഒരു വലിയ അനുഗ്രഹമാകാൻ സാധിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ അൽഫോൻസാമയുടെ ജീവിതത്തിൽ കാണുന്നത് പരിധികളില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവുമായിരുന്നു വിശുദ്ധ അൽഫോൻസാമയെ ഒരു വിശുദ്ധയാക്കി മാറ്റി. അതായത് ഒരു പരിധിയുമില്ലാതെ ഈശോയോടുള്ള സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ അങ്ങ് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അൽഫോൻസാമ. അതായത് ഒരു പരിധിയുമില്ലാതെ ഈശോയെ സ്നേഹിക്കുന്നത്. നമ്മളെല്ലാവരും പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഐ ലവ് യു ജീസസ്, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയും. പക്ഷെ അതിൻ്റെ പൂർണ്ണതയിൽ, അതിൻ്റെ പെർഫെക്ഷനിൽ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റും. അൽഫോൻസാമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഏറ്റവും വലിയ ഒരു ആഗ്രഹം അതായിരുന്നു, ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എനിക്ക് ഈശോയെ സ്നേഹിക്കണം, അതിനുവേണ്ടിയുള്ള പരിശ്രമം. അതുകൊണ്ട് ഒരു പരിധിയുമില്ലാതെ സ്നേഹത്തിൻ്റെ പുറകെ ഓടുന്ന അൽഫോൻസാമയെ കാണാൻ പറ്റും. ക്രിസ്തുവിൻ്റെ സ്നേഹം, പൗലോസ്ലീഹ ഓടിയതുപോലെ തന്നെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പുറകെ നടക്കുന്ന അൽഫോൻസാമയെ കാണാൻ പറ്റും. ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങൾ നേരിടേണ്ടി വന്ന വ്യക്തിയാണ്. ചെറുപ്പം മുതൽ ഈ ഈശോയോടുള്ള ആ ഒരു സ്നേഹത്തിൽ വളരാനായിട്ട്, അതുപോലെ തന്നെ തൻ്റെ ജീവിതം മുഴുവനും ക്രിസ്തുവിന് സമർപ്പിക്കാനായിട്ടുള്ള പരിശ്രമത്തിൽ ഒത്തിരിയേറെ സഹനങ്ങൾ നേരിടേണ്ടി വന്നു. രോഗത്തിൻ്റെ അവസ്ഥകളുണ്ടായിരുന്നു, മറ്റു വ്യക്തികളിൽ നിന്നുള്ള സഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സാഹചര്യങ്ങളിൽ നിന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സഹനങ്ങളെയൊക്കെ പരാതി കൂടാതെ നേരിടാനായിട്ട് വിശുദ്ധ അൽഫോൻസാമയ്ക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് മൂന്നാമതായിട്ട് അൽഫോൻസാമയുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ചെറുപ്പം മുതൽ ഒരു വിശുദ്ധയാകാനായിട്ട് അതീവ തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അൽഫോൻസാമ. പ്രിയപ്പെട്ട ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാൻ തുടങ്ങി നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കും വിശുദ്ധരാകാൻ പറ്റും. അതായത് പരിധികളില്ലാതെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലായിരിക്കുക, പരാതികളില്ലാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങളെ നേരിടാനും, അതുപോലെ വിശുദ്ധിയുള്ള ജീവിതത്തിൽ ജീവിക്കാൻ, അത് വിശുദ്ധി നഷ്ടപ്പെടാതെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ളൊരു തീക്ഷ്ണമായ ഒരു ആഗ്രഹവും നമുക്കുണ്ടെങ്കിൽ നമുക്കും വിശുദ്ധരാകാൻ പറ്റും. ഓരോ വിശുദ്ധരെയും സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തികളാണ്. പക്ഷേ അവരുടെ ജീവിതത്തെ അവർ അസാധാരണമായി കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് അവരുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തുടങ്ങുന്നത് കൊണ്ടാണ് ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിക്കുക, അവർ വിശുദ്ധരായിട്ട് മാറുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരുനാൾ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന കാര്യം, അൽഫോൻസാമയ്ക്കും മറ്റു വിശുദ്ധർക്കൊക്കെ വിശുദ്ധരാകാൻ പറ്റിയെങ്കിൽ നമുക്കും വിശുദ്ധരാകാം എന്നുള്ളൊരു വലിയ ചിന്തയാണ് നമുക്ക് ഈ ഒരു തിരുനാൾ നമുക്ക് തരിക. വീണ്ടും സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്
ദൈവരാജ്യത്തിൻ്റെ ആ ഒരു സാധ്യതകളെക്കുറിച്ചാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് ഈശോ ഉപമിക്കുന്നത് പ്രധാനമായിട്ടും ഒരു കടുകുമണിയെക്കുറിച്ചും അത് കടുകുമണിയായിട്ടും അതുപോലെ തന്നെ മാവിൽ ചേർക്കുന്ന പുളിപ്പായിട്ടുമൊക്കെ ഈശോ ഉപമിക്കുന്നുണ്ട്. കാരണം ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും ശക്തമായ സാധ്യതകളെക്കുറിച്ചാണ് ദൈവം പറഞ്ഞു വയ്ക്കുക. അത് ആ ഒരു സാധ്യതകളൊക്കെ ഏറ്റവും കൂടുതൽ പൂർത്തിയാകുന്നത് നമ്മളിലൂടെയാണ്. ദൈവം നമ്മളെയൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഉള്ളിലെ സാധ്യതകളെയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ നോക്കുക. അല്ലാതെ എപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന്. അതായത് നമ്മുടെ ഉള്ളിലെ സാധ്യതകളെ നമ്മൾ വളർത്തിയെടുത്ത് ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറണം. വളരെ നിസ്സാരരായ ആളുകളാണ്. ഈ കടുകുമണിയും പുളിപ്പും ഒക്കെ ഏറ്റവും ചെറിയ തോതിൽ മാത്രമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതിലും ചെറിയ കടുകുമണിയാണെങ്കിലും ചെറുതാണ്, പക്ഷെ അത് വലിയ മരമായിട്ട് മാറുന്നു എന്നുള്ളത് വചനം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ നമ്മുടെയൊക്കെ ജീവിതത്തിലാണെങ്കിലും വളരെ നിസ്സാരമായ ജീവിതമായിരിക്കും. മറ്റുള്ളവർ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ വലിയ സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരായിട്ട് നമ്മൾ മാറണം. ഈ ഒരു വലിയ കാര്യം വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജനതയെ ദൈവം എപ്പോഴും ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് തന്നെ കരുതും. അതുപോലെ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ നമ്മൾ പാലിക്കാൻ തുടങ്ങുന്നവരാണോ, അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, ഈശോയും ഇതുതന്നെയാണ് പറയുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വിശുദ്ധിയിൽ വളരാനും ദൈവഹിതം ആരായാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാനും ദൈവഭയത്തോടെ ദൈവത്തെ സമീപിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൗഹൃദം തന്നെയാണ്. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിലും നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ സൗഹൃദം ഇതുപോലെ അനുഭവിച്ച്, കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച് ആ സ്നേഹം എല്ലാവർക്കും പകർന്നു കൊടുക്കാനും ദൈവരാജ്യത്തിൻ്റെ സാധ്യതകൾ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനായിട്ട് സാധിച്ചൊരു വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ. ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, നമ്മുടെ ജീവിതങ്ങളിലും ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് നമ്മുടെ ജീവിതങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ക്രമീകരിക്കുവാനായിട്ടുള്ള കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. അൽഫോൻസാമയുടെ നാമധേയം ജീവിതത്തിൽ പേരുന്ന എല്ലാ വ്യക്തികൾക്കും നാമഹിത തിരുനാളുകളും അതിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ഈശോ നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.